പ്രജിതേ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രങ്ങൾ നമ്മുടെ സമുദ്ര പ്രദേശങ്ങളിലൊക്കെ ഈ സ്വാധീനം, ചൈനയുടെ സ്വാധീനം വളരെ കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനൊരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു, അത് നൽകാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. തിരിച്ചടി ആകുന്നുണ്ട്. അതിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിൽ കാണേണ്ട ഒരു വിഷയം ഈ ഹമ്പൻതോട്ട തുറമുഖവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അത് ചൈന ഏറ്റെടുത്തതായിരുന്നു. അപ്പോൾ ഏറ്റെടുത്ത സമയത്ത് അവിടെ ഒരു ചൈനീസ് കപ്പൽ വന്ന് കിടക്കുകയും അത് പല നിരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിമർശനം ഉന്നയിക്കുകയും പിന്നീട് അത് പിൻവാങ്ങുകയൊക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. ഇതൊരു കാര്യം നമ്മൾ മുന്നിൽ പറയേണ്ടതുള്ളത്. ചൈനയ്ക്ക് കൂടുതലാണ്. ചൈന അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വളരെ താല്പര്യപൂർവ്വം, അതെ, മറ്റുള്ളവരെ നിരീക്ഷിക്കാനുള്ള ഒരു ചാരക്കണ്ണ് അവർക്കുണ്ട്. അപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു തിരിച്ചടി എന്ന് നമ്മൾ പറഞ്ഞല്ലോ, ചേട്ടൻ ചോദിച്ചല്ലോ. ആ തിരിച്ചടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീലങ്കയിലെ ഏറ്റവും പുരാതനവും ആയിട്ടുള്ള ഏറ്റവും വലുതുമായിട്ടുള്ള കൊളംബോ കപ്പൽശാല, ആ കപ്പൽശാലയുടെ 51% ഓഹരി നമ്മൾ വാങ്ങുകയാണ്, ഇന്ത്യ വാങ്ങുകയാണ്. അപ്പൊ ഇന്ത്യയുടെ പൊതുമേഖലാ കമ്പനി ആയിട്ടുള്ള മസഗോൺ ഡോക്യാർഡാണ് ഇത് വാങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു തുറമുഖം വാങ്ങുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിന് വളരെ പ്രാധാന്യം വരുന്നത്. അപ്പുറത്ത് ചൈന ഒരു തുറമുഖം വാങ്ങിയിട്ടുണ്ട്, ഇപ്പുറത്ത് നമ്മൾ കൂടി വാങ്ങുകയാണ്. അതുകൊണ്ടാണ് മതിപ്പ് ഉണ്ടാക്കും ഉറപ്പായിട്ടും. കൂടാതെ വിദേശങ്ങളിലേക്ക്, അത് ഇന്ത്യക്ക് പുറത്തേക്കുള്ള ഇത്തരത്തിൽ ഉള്ള വാങ്ങലുകളുടെ ആദ്യത്തെ ചുവടുവെപ്പ് കൂടി ആവുന്നുണ്ട്. ഈ ശ്രീലങ്കൻ പോർട്ട് നമ്മൾ ഏറ്റെടുക്കുന്നത് വലിയ പോർട്ടാണ്. അപ്പോൾ ഏപ്രിലില് അദാനി പോർട്സ് ഓഫ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡും കൊളംബോയിലെ വെസ്റ്റ് ഇന്റർനാഷണൽ ടെർമിനലിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഈ പോർട്ടിന്റെ ഈ 51% ഓഹരി നമ്മൾ ഏറ്റെടുക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ശ്രീലങ്കയിൽ അതിന് ഏറ്റവും വലിയ കപ്പൽ ശാലയാണ് ഈ കൊളംബോ യാർഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. സ്വാഭാവികമായിട്ടും ശ്രീലങ്ക വലിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറി വരുന്നതേ ഉള്ളൂ. അപ്പൊ അവിടെ വലിയ പ്രതിസന്ധി ഇവിടെ നേരിട്ടിട്ടുണ്ടായിരുന്നു. ജാപ്പനീസ് കമ്പനി ആയിട്ടുള്ള ഒനോമിച്ചി ഡോക്യാർഡിന്റെ പക്കലായിരുന്നു ഈ പറയുന്ന കൊളംബോ കപ്പൽശാലയുടെ ഭൂരിഭാഗം ഓഹരികളും ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ ഒരു ഈ കരാറ് ഈ 2024 നവംബറിൽ ഇവര് ഈ 2 യാർഡും തമ്മിലുള്ള കരാർ അവസാനിച്ചു. അപ്പോൾ സഹായം വേണ്ടി വരും. ഈ സഹായത്തിന് വേണ്ടി പറഞ്ഞുവെങ്കിലും ഈ സഹായത്തിന് വേണ്ടി അവര് ജാപ്പനീസ് കമ്പനിയുടെ അടുത്ത് പറഞ്ഞുവെങ്കിലും അവര് സഹായിച്ചില്ല. ഈ സഹായിക്കാതെ വന്നതോടെ ഇന്ത്യയുടെ അടുത്ത് വന്നിട്ട് ഇവര് പറയാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ശ്രീലങ്കയ്ക്കുണ്ട്, അപ്പോൾ അത് നിങ്ങൾ സഹായിക്കണം. സ്വാഭാവികമായും എങ്ങനെയാണോ ഒരു നയതന്ത്ര തലത്തിൽ അത് പറയേണ്ടത് ആ രീതിയിൽ പറയുന്നു. അതിനെ തുടർന്നാണ് ഈ തീരുമാനം വരുന്നതും. ഈ കൊളംബോ തുറമുഖത്തോട് ചേർന്നുള്ള കൊളംബോ ഡോക്യാർഡിന്റെ 51% ഓഹരി 455 കോടിക്ക് വാങ്ങാൻ നമ്മൾ ധാരണയായിട്ടുള്ളത്. അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇതുവഴി എന്ന് പറയുന്നത് അവർക്കൊരു സാമ്പത്തിക സഹായം മാത്രമല്ല, കൂടാതെ ദക്ഷിണേന്ത്യയിലെ തന്നെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളതും ഏറ്റവും പ്രധാന കപ്പൽ നിർമ്മാണ ശാലയും അറ്റകുറ്റപ്പണിശാലയും ആയിട്ടൊക്കെ ഈ ഒരു തുറമുഖത്തെ നമുക്ക് മാറ്റാൻ കൂടി കഴിയും. അത് അങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് അവിടെ ഒരു സ്വാധീനം കൂടുകയാണ്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് കൂടുതൽ കാര്യങ്ങൾക്ക് കഴിയുകയും ചെയ്യും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ചൈനയ്ക്കുള്ള തിരിച്ചടിയാണെന്നാണ്. അത് നമ്മൾ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഹമ്പൻതോട്ടയുടെ കാര്യമൊക്കെ. അപ്പോൾ ശ്രീലങ്ക ഇന്ത്യൻ ഓഷ്യൻ ആ ഭാഗത്തൊക്കെ ചൈന വളരെയേറെ സ്വാധീനത്തിന് ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം മുന്നിൽ കണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു അതെ ഒരു മുഴം മുന്നോട്ടറിയുക എന്ന് പറയുന്നത് പോലെ അതെ ഒരു മുഴം മുന്നിലുണ്ട്. അപ്പൊ ഓൾറെഡി അവര് ഹമ്പൻതോട്ട ഏറ്റെടുത്തു. ഹമ്പൻതോട്ട തോട്ടയില് ചൈന മർച്ചന്റ് പോർട്ടലാണ് ഏറ്റെടുത്തത്. അതിന് 85% ഓഹരിയുണ്ട്.
കൂടാതെ 2017 കരാറ് 99 വർഷത്തെ പാട്ടക്കരാറാണ് അവിടെ ചൈനയ്ക്കുള്ളത്. അപ്പൊ നമ്മൾ ഒരു മുഴം മുന്നോട്ട് എറിഞ്ഞില്ലെങ്കിൽ എന്തു പറ്റും? അവിടെയും ഇവരുടെ സ്വാധീനം കൂടും. ഇവർക്ക് ദീർഘവീക്ഷണം അല്ല ചേട്ടാ, കുത്തിത്തിരിപ്പ്, കുനിഷ്ട്, ഇതൊക്കെയാണ്. അത് ഒരു രാജ്യം വലുതാവാൻ ശ്രമിക്കുന്നതിന്റെ ഒരു ഭാഗം കൂടിയാണ്. അത് രണ്ട് തരത്തിൽ വലുതാകാലോ. സാമ്പത്തികമായിട്ടും അത് മാത്രമല്ല ചേട്ടാ, നേർക്ക് നേരെ നിന്നിട്ട് വലുതാകാം. മറ്റത് ഏതെങ്കിലും ഒരുവനെ തകർത്തിട്ട് വക്രബുദ്ധി, അത് തന്നെ ആ വാക്ക് കിട്ടിയില്ല, വക്രബുദ്ധി വഴിയും ഇതാകാലോ. അപ്പൊ ചൈന ചെയ്യുന്നത് ഇതാണ്. പക്ഷെ ഇന്ത്യക്ക് വക്രബുദ്ധി എന്നല്ല, ഇന്ത്യ അവിടെ ദീർഘവീക്ഷണത്തോടെ, അതെ, ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ശ്രീലങ്ക ഇങ്ങനെ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വിഷയം കിടപ്പുണ്ട്. ഹമ്പന്തോട്ടയുമായി ബന്ധപ്പെട്ട് ചൈനയുടെ ഒരു ആധിപത്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി അത് അവർക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല. ആ വിട്ടുകൊടുക്കാൻ പറ്റായികയാണ് ഇത് ഏറ്റെടുക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചത്. നമ്മളെ എന്ന് പറയുന്നത് ഇന്ത്യയെ പ്രേരിപ്പിച്ചത്. അപ്പോ ഈ 1947 ശ്രീലങ്കയിലെ ഏറ്റവും വലിയ കപ്പൽശാലയായിട്ടുള്ള ഈ കൊളംബോ ഡോക്ക് യാർഡ് ആരംഭിക്കുന്നത്. നമ്മൾ ഒരു പക്ഷെ ഈ കൊളംബോ ഡോക്ക് യാർഡിനെ കൈവിട്ടിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അവിടെ ചൈന അത് വാങ്ങിക്കും, അതിന്റെ ഓഹരി വാങ്ങും. ചൈനയുടെ അടുത്തേക്ക് പോയില്ലെങ്കിലും ചൈന ഇങ്ങോട്ട് വന്ന് പറയും, എടവേ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഏഷ്യൻ രാജ്യം കൂടെ ആണല്ലോ അതെ, ശ്രീലങ്ക. നേരത്തെ നമ്മൾ പറഞ്ഞ റഡാർ അവിടേക്ക് എത്തിയിട്ടുണ്ടാവും, അതൊക്കെ എത്തും. അപ്പോ ഈ പറയുന്ന പോലെ ഹമ്പന്തോട്ടയാകും, കൊളംബോയാവും. അപ്പൊ പ്രധാനപ്പെട്ട പോർട്ടുകളെല്ലാം ഇവരുടെ കൈവശം വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. ആ അവസ്ഥ വേണ്ട, ഇനി അത് കഴിയില്ല, ഇനി അങ്ങനെ വിട്ടുകൊടുക്കേണ്ടതില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഇന്ത്യ തീരുമാനം എത്തിക്കുന്നു. അങ്ങനെയാണ്. അപ്പൊ ഇനിയിപ്പോ ഈ കൊളംബോയിൽ നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പൽ നിർമ്മാണം ഉണ്ടാകാറുണ്ട്, അറ്റകുറ്റപ്പണികൾ, കപ്പലിന്റെ ഹെവി എഞ്ചിനീയറിംഗ് ജോലികളൊക്കെ നടക്കുന്നുണ്ട്. കൂടാതെ ജപ്പാൻ, നോർവ, ഫ്രാൻസ്, UAE, ഇന്ത്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവർക്കൊക്കെ ഈ പോർട്ട് വഴി സേവനങ്ങളും നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ തന്നെ പ്രധാന നാവിക കപ്പൽ നിർമ്മാതാവായിട്ടുള്ള ആളാണ് മസഗോൺ ഡോക്ക് യാർഡ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സംയുക്ത നിർമ്മാണത്തിനോ അറ്റകുറ്റപ്പണികൾക്കോ ആയി ഒരു വിദേശ കപ്പൽശാലയുമായിട്ട് ഔപചാരിക പങ്കാളിത്തം ഈ ഒരു മസഗോണിന് ഉണ്ടാകുന്നത് ഇത് ആദ്യത്തെയാണ്. പുറമേ ഉള്ളതൊക്കെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ചുവടുവയ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ ചൈനയും ജപ്പാനും സമുദ്ര സ്വാധീനത്തിന് വളരെയധികം ലക്ഷ്യമിടുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ട്. പണ്ടേ അവർക്കുണ്ട്, അതിപ്പോ കൂടുതലാണ്. അപ്പൊ ആ ഒരു ഇത് സമുദ്ര സ്വാധീനത്തിനായി വളരെയധികം ലക്ഷ്യമിടുന്നത് കൊണ്ട് തന്നെ ശ്രീലങ്ക അതിന്റെ ഭൂപടത്തിൽ നിന്ന് അറിയാലോ ശ്രീലങ്കയുടെ ഒരു പോർഷൻ എങ്ങനെയാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീലങ്കയ്ക്ക് ആ ഒരു കാര്യത്തിൽ വളരെ സ്വാധീനമുണ്ട്. ഈ സ്വാധീനം ഇവർ നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അടുത്ത് കിടക്കുന്നത് കൊണ്ട് അത് ആ ഒരു സ്വാധീനം ശ്രീലങ്ക എങ്ങനെയെങ്കിലും പ്രകൃതിപരമായിട്ടുള്ള അതെ ആ ഒരു സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ടാണ് ശ്രീലങ്കയിൽ അന്ന് വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോഴും ചൈനയാണ് സഹായിക്കാം എന്നൊക്കെ ഏറ്റതും ആ വിഷയങ്ങളൊക്കെ വരുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീലങ്കയെ എങ്ങനെയെങ്കിലും ഇതാക്കാൻ വേണ്ടിയിട്ട് തങ്ങളുടെ പരിധിക്ക് കൊണ്ടുവരാനുള്ള സ്വാധീനം ചൈന നടത്തും. ആ ചൈന നടത്താതിരിക്കാനുള്ള നീക്കം നമ്മൾ എന്തായാലും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നുള്ള കാര്യമുണ്ടല്ലോ, എന്ത് കാര്യങ്ങളും ഇന്ത്യയുടേതായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള മേക്ക് ഇൻ ഇന്ത്യ പ്രോജക്റ്റും പ്രതിരോധ കയറ്റുമതിക്കുമൊക്കെ ഈ ഒരു ഏറ്റെടുക്കൽ വളരെയധികം ഗുണം ചെയ്യുകയും ചെയ്യും. കൂടാതെ ദക്ഷിണേഷ്യൻ, ആഫ്രിക്കൻ, തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ നാവികസേനയെ ലക്ഷ്യം വെച്ച ശ്രീലങ്കയെ നമുക്ക് ഇത് ഏറ്റെടുക്കുന്നത് വഴി അവയുടെയൊക്കെ പ്രാദേശികമായിട്ടുള്ള അറ്റകുറ്റപ്പണി, നവീകരണം, കയറ്റുമതി കേന്ദ്രമായിട്ട് ഇന്ത്യക്ക് ഉപയോഗപ്പെടുത്താനും സാധിക്കും. അപ്പൊ ഇന്ത്യയുടെ ഒരു പുതിയ മേൽവിലാസം അവിടെ പതിയുകയാണ്. അപ്പോൾ ഒന്നിൽ നിന്ന് തുടങ്ങി മെല്ലെ മെല്ലെ നമ്മുടെ കയറ്റം എപ്പോഴും അങ്ങനെയാണ്, വളരെ നയതന്ത്രപരമായിട്ട് ആർക്കും ഒരു അതെ സ്ലോ ആൻഡ് സ്റ്റഡി ദീർഘവീക്ഷണത്തോടെയുള്ള കാര്യങ്ങളാണ്.
അപ്പോൾ കൂടാതെ ഇതിൻ്റെ ഇവിടെ ഈ ഏറ്റെടുക്കുന്ന കപ്പൽശാലയിൽ വെച്ചിട്ട് ഇന്ത്യൻ രൂപകൽപ്പനയിൽ നമുക്ക് കപ്പലുകൾ നിർമ്മിക്കാനും കയറ്റുമതി ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ഇടയിൽ പറയേണ്ട ഒരു കാര്യം, ജർമ്മൻ കമ്പനിയായിട്ടുള്ള തിസൻ ഗ്രൂപ്പ് മറൈൻ സിസ്റ്റവുമായി സഹകരിച്ച് നാവിക സേനയ്ക്കായിട്ട് 6 പുതിയ സ്റ്റെൽത്ത് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ നിർമ്മിക്കാൻ ഒരുങ്ങുന്നുണ്ട് ഈ മസഗോൺ എന്ന് പറയുന്ന ഡോക്യാർഡ്. അപ്പോൾ കൂടുതൽ നേരം വെള്ളത്തിനിടയിൽ തുടരാൻ സഹായിക്കുന്ന ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലും എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷനൊക്കെ ഉൾപ്പെടുന്ന അന്തർവാഹിനികളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നേരത്തെ പ്രോജക്റ്റ് വെച്ചിരുന്നത് 43,000 കോടിക്കാണ്. ഇപ്പോഴത് ഏതാണ്ട് 70,000 കോടി ആകുമെന്നാണ് പറയുന്നത്. ചെലവ് കൂടും. പക്ഷെ അതെല്ലാം നമുക്ക് ഈ ഒരു കപ്പൽശാലയിൽ കൂടെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പീഡപ്പ് ആയിട്ട് ഇതെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളുമുണ്ട്. എന്തായാലും ഈ ഒരു കപ്പൽശാല ഇന്ത്യ വാങ്ങുമെന്നുള്ളത് ചൈനയ്ക്ക് തീർത്തും അപ്രതീക്ഷിതമാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പൊ അത് ചൈന ഒരുപക്ഷെ നോട്ടമിട്ടിരുന്ന കപ്പൽശാല ആയിരിക്കാം ഈ പറയുന്ന കൊളംബോ ഡോക്യാർഡ് എന്ന് പറയുന്നത്. അതിന് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാനായിട്ട് എല്ലാ സമുദ്ര തീരങ്ങളും വിട്ടുകൊടുത്ത് അങ്ങനെ ഒരു എന്താ പറയാ മേയാൻ വിടാൻ ഇന്ത്യക്ക് സൗകര്യമില്ല.